PSC വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 2025 PSC ചോദിച്ച സയൻസിലെ മുഴുവൻ ചോദ്യങ്ങളുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്, ഫിസിക്സും ഉണ്ട്. അപ്പോൾ സയൻസിലെ മുഴുവൻ ചോദ്യങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ക്ലാസ് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം നോക്കാം. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ നില നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഏതാണ്? ഇൻസുലിനും ഗ്ലൂക്കഗോണും ആണേ. അപ്പോൾ ഓർമ്മിക്കുക, രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ നില നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും. അടുത്തത്, ക്യാൻസറിനെ പ്രതിരോധിക്കാനായി 9 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നൽകുന്ന വാക്സിനേഷൻ ഏതാണ്? HPV ആണ് കേട്ടോ. അപ്പോൾ ഓർമ്മിക്കുക, ക്യാൻസറിനെ പ്രതിരോധിക്കാനായി 9 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നൽകുന്ന വാക്സിനേഷനാണ് HPV. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൽ 2025 PSC ചോദിച്ച എക്കണോമിക്സിലെ മുഴുവൻ ചോദ്യങ്ങളും ഭരണഘടനയിലെ ചോദ്യങ്ങളും അതുപോലെ കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, അതുപോലെ ജോഗ്രഫിയായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ ചോദ്യങ്ങൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത്തരത്തിലുള്ള ക്ലാസ് കൂടി കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ കാണാൻ പറ്റും. ഓക്കെ, അടുത്ത ചോദ്യം, ജന്തുക്കളിൽ ഏറ്റവും അധികം വൈവിധ്യമുള്ള ജീവിവർഗമാണ് ഷഡ്പദങ്ങൾ. അപ്പോൾ ഓർമ്മിക്കുക, ജന്തുക്കളിൽ ഏറ്റവും അധികം വൈവിധ്യമുള്ള ജീവിവർഗമാണ് ഷഡ്പദങ്ങൾ. പെല്ലഗ്ര ഏത് ജീവകത്തിൻ്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ്? ഏത് വിറ്റാമിൻ്റെ ആണ്? വിറ്റാമിൻ B3യുടേതാണ് കേട്ടോ. അപ്പോൾ ഓർമ്മിക്കുക, പെല്ലഗ്ര എന്ന് പറയുന്ന രോഗം വിറ്റാമിൻ B3യുടെ അഭാവം മൂലമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ചോദ്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് അല്ലേ. അപ്പം നിങ്ങൾ ചോദ്യങ്ങൾ മാത്രം മനസ്സിലാക്കിയാൽ പോരെ, നിങ്ങൾ ചോദ്യം വരുന്ന ഏരിയ ഏതാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യും. ആ ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാകും PSC ഫോക്കസ് ചെയ്യുന്ന ഏരിയകൾ ഏതൊക്കെയാണ് എന്നുള്ളത്. അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് ആ ഏരിയക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കണം. അപ്പോൾ വെറും ചോദ്യം പരിചയപ്പെടൽ മാത്രമല്ല, എന്ത് ചെയ്യണം, ആ ഏരിയ ക്ലിയറായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അടുത്തത്, പ്രേഷണത്തിന് മാധ്യമം ആവശ്യമുള്ള തരംഗം ഏതാണ്? ശബ്ദതരംഗമാണ് അല്ലേ. അപ്പോൾ ഓർമ്മിക്കണേ, എന്താണ് പ്രേഷണത്തിന് മാധ്യമം ആവശ്യമുള്ള തരംഗം ഏതാണ്? ശബ്ദതരംഗം. ഓക്കെ, എംഫിസിമ എന്ന മാരക രോഗത്തിന് കാരണമാകുന്നത് എന്താണ്? സിഗരറ്റ് സ്മോക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ എംഫിസിമ എന്ന് പറയുന്നത് ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് അല്ലേ. അപ്പോൾ അതിന് കാരണമാകുന്നത് എന്താണ്? സിഗരറ്റ് സ്മോക്കിംഗ് ആണ് കേട്ടോ. അടുത്തത്, ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ 300 ഡിഗ്രി സെൽഷ്യസിലുള്ള മർദ്ദം 1.3 atm ആണ്. ഇപ്പോഴത്തെ വ്യാപ്തം 10 ലിറ്റർ ആണ്. താപത്തിൽ വ്യത്യാസമില്ലാതെ ഈ വാതകത്തിൻ്റെ വ്യാപ്തം 2.6 ലിറ്ററായി കുറഞ്ഞാൽ ഇപ്പോഴത്തെ മർദ്ദം എത്രയാണ് എന്നാണ് ചോദ്യം. എത്രയാണ്? 5 atm ആണ് കേട്ടോ. അടുത്തത്, മാഗ്നറ്റൈറ്റ് എന്ന ഇരുമ്പിൻ്റെ അയിരിനെ അതിൻ്റെ അപദ്രവ്യമായ SnO2 നിന്നും വേർതിരിക്കാൻ ഏതു മാർഗം ഉപയോഗിക്കാം? ഏത് മാർഗ്ഗമാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്? കാന്തിക വിഭജനാണ് അല്ലേ. അപ്പോൾ ഓർമ്മിക്കുക, മാഗ്നറ്റൈറ്റ് എന്ന ഇരുമ്പിൻ്റെ അയിരിന് അതിൻ്റെ അപദ്രവ്യമായ SnO2 നിന്നും വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗ്ഗമാണെന്ത്? കാന്തിക വിഭജനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കെമിസ്ട്രിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അയിരുകളും ധാതുക്കളും എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അതുപോലെ ബയോളജിയിൽ വിറ്റാമിനുകളിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഏതൊരു പരീക്ഷ എടുത്തു നോക്കിയാലും ഒരു ചോദ്യം ഉറപ്പാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ടോപ്പിക്കുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ ടൈം എടുത്ത് നല്ലോണം വൃത്തിക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അടുത്തത്, കേരളത്തിലെ തീരദേശത്തെ കരിമണലിൽ അടങ്ങിയിരിക്കുന്ന വ്യാവസായികമായി ഉപയോഗിക്കുന്ന ധാതു ഏതാണ് എന്നാണ് ചോദ്യം.
ഇൽമിനേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഓർമ്മിക്കുക, കേരളത്തിലെ തീരദേശത്തെ കരിമണലിൽ അടങ്ങിയിരിക്കുന്ന വ്യാവസായികമായി ഉപയോഗിക്കുന്ന ധാതുവാണ് ഇൽമിനേറ്റ്. അടുത്തത്, ഭൂമിയുടെ കേന്ദ്രത്തിൽ ഗ്രാവിറ്റി മൂലമുള്ള ത്വരണം അഥവാ ജിയുടെ മൂല്യം എത്രയാണെന്നാണ് ചോദ്യം. ഏതാണ് ആൻസർ? 0 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ ഓർമ്മിക്കണേ, എന്താണ്? ഭൂമിയുടെ കേന്ദ്രത്തിൽ ഗ്രാവിറ്റി മൂലമുള്ള ത്വരണം എത്രയാണ്? 0 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആണ് കേട്ടോ. അടുത്തത്, ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഇത് ന്യൂട്ടൻ്റെ എത്രാമത്തെ ചലന നിയമമാണ്? എത്രാമത്തെ ചലന നിയമമാണ്? 3-ാം ചലന നിയമമാണ് കേട്ടോ. അപ്പോൾ ഫിസിക്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എന്ത്? ചലന നിയമങ്ങളിലെ. അത് നിങ്ങൾ എന്ത് ചെയ്യുക? കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അപ്പോൾ ഒന്നുകൂടി പറയാം, ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും അല്ലേ. ഇത് ഏത് ചലന നിയമമായിട്ട് ബന്ധപ്പെട്ടതാണ്? 3-ാം ചലന നിയമം അല്ലേ. ആരുടേതാണ്? ന്യൂട്ടൻ്റെ 3-ാം ചലന നിയമമായിട്ട് ബന്ധപ്പെട്ടതാണ്. വൈദ്യുത കാന്തിക തരംഗങ്ങളിൽ ആവൃത്തി ഏറ്റവും കൂടിയ തരംഗം ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ ഏതാണ്? ഗാമാ കിരണാണ് കേട്ടോ. അപ്പോൾ ഓർമ്മിക്കണേ, എന്താണ്? വൈദ്യുത കാന്തിക തരംഗങ്ങളിൽ ആവൃത്തി ഏറ്റവും കൂടിയത് ഏതിനാണ്? ഗാമാ കിരണത്തിനാണ് കേട്ടോ. അടുത്തത്, ഒരു ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടാൽ അതിലെ കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡ് ഉണ്ടെങ്കിൽ അതിന് ജലവുമായി സമ്പർക്കമുണ്ടാകുമ്പോൾ പുറത്തു വരുന്ന വാതകം ഏതാണ്? അസറ്റിലനാണ് കേട്ടോ. എന്താണ്? ഒരു ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടാൽ അതിലെ കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡ് ഉണ്ടെങ്കിൽ അതിന് ജലവുമായി സമ്പർക്കമുണ്ടാകുമ്പോൾ പുറത്തു വരുന്ന വാതകമാണിത് അസറ്റിലിൻ എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് കെമിസ്ട്രിയിലെ ഒരു ചോദ്യമാണ്. ഒരു നിശ്ചിത താപനിലയിൽ പൂരിതമാകാൻ ആവശ്യമായതിൽ കൂടുതൽ ലീനം ലയിച്ചു ചേർന്ന ലായനിയെ പറയുന്ന പേരെന്ത്? എന്താണ്? അതിപൂരിത ലായനി എന്നാണ് പറയുക അല്ലേ. അപ്പോൾ ഓർമ്മിക്കണേ, എന്താണ്? ഒരു നിശ്ചിത താപനിലയിൽ പൂരിതമാകാൻ ആവശ്യമായതിലും കൂടുതൽ അല്ലേ ലീനം ലയിച്ചു ചേർന്ന ലായനിയെ നമുക്കെന്ത് പറയാം? അതിപൂരിത ലായനി എന്ന് പറയാം. ഓക്കെ. അടുത്തത്, സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് ലോഹസങ്കരമാണ്? ഏത് ലോഹസങ്കരമാണ് സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്? അൽനിക്കോ ആണ് കേട്ടോ. അപ്പോൾ ഓർമ്മിക്കണേ, സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് അൽനിക്കോ ആണ് കേട്ടോ. അടുത്തത്, 132 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിൽ എത്ര മോൾ CO2 അടങ്ങിയിരിക്കുന്നു എന്ന് കണ്ടെത്തുക. അപ്പോൾ എന്താണ് ചോദ്യം? 132 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിൽ. അടുത്തത്, പ്രോട്ടീനുകളുടെ ത്രിമാന ഘടക പ്രവചിക്കാൻ സഹായിക്കുന്ന നിർമ്മിത ബുദ്ധി ഉപകരണം അഥവാ AI ടൂൾ ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ ഏതാണ്? ആൽഫ ഫോൾഡ് ആണ് കേട്ടോ. അപ്പോൾ ഓർമ്മിക്കണേ, പ്രോട്ടീനുകളുടെ ത്രിമാന ഘടന പ്രവചിക്കാൻ സഹായിക്കുന്ന നിർമ്മിത ബുദ്ധി അഥവാ AI ടൂൾ ഏതാണ്? ആൽഫ ഫോൾഡ് ആണ് കേട്ടോ. അപ്പോൾ 2024 നൊബേൽ പ്രൈസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണല്ലേ ഇത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നൊബേൽ സമ്മാനങ്ങളൊക്കെ വൃത്തിക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അടുത്തത്, വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? റിക്കറ്റ്സ് ആണ് അല്ലേ. അപ്പോൾ വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു ചാനലിൽ വിറ്റാമിൻ്റെ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയിട്ട് അത് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഉപകാരപ്പെടും. ഓക്കെ. അടുത്ത ചോദ്യം, ഓസോൺ പാളിയുടെ ശോഷണത്തിന് പ്രധാന കാരണമായ രാസവസ്തു ഏതാണ്? ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ അഥവാ CFC ആണ് അല്ലേ. അപ്പോൾ ഓർമ്മിക്കുക, ഓസോൺ പാളിയുടെ ശോഷണത്തിന് പ്രധാന കാരണമായ രാസവസ്തുവാണ് ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ അഥവാ CFC എന്ന് പറയുന്നത്. ഓക്കെ. താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്നും ശരിയായ വാക്സിൻ്റെയും അസുഖത്തിൻ്റെയും ജോഡി തിരഞ്ഞെടുക്കുക. ഇതാണ് ചോദ്യം. അപ്പോൾ തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ ബി, OPV പോളിയോ. അപ്പോൾ നമുക്കറിയാം, പോളിയോ എന്ന രോഗത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ചെയ്യുന്ന വാക്സിനാണ് ഏത്? OPV എന്ന് പറയുന്നത്. അപ്പോൾ ഓർമ്മിക്കുക, OPV എന്തിനുള്ളതാണ്? പോളിയോക്കുള്ളതാണ് കേട്ടോ. ഓക്കെ. അടുത്തത്, അമ്ലമഴയുടെ pH മൂല്യം ഏകദേശം എത്രയാണ്?
5.6 താഴെയാണ് അല്ലേ. അപ്പോൾ ഓർമ്മിക്കുക, ഈ pH വാല്യൂ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അത് ആസിഡുകളും ആൽക്കലികളും എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, pH വാല്യൂ ഒക്കെ കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. അടുത്ത ചോദ്യം, ഏതാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നത്? ഏതാണ് അല്ലെ എന്താണ്? അനിയന്ത്രിതമായ ഭക്ഷണശീലമാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ജീവിതശൈലി രോഗങ്ങൾക്ക് പ്രധാന കാരണം എന്താണ്? അനിയന്ത്രിതമായ ഭക്ഷണശീലമാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും കിട്ടുന്ന ചോദ്യമാണ്, വളരെ സിമ്പിളാണ്. ഓക്കെ, അടുത്തത് തലച്ചോറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായ സെറിബ്രത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു. ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുത്തെഴുതുക. അപ്പോൾ സെറിബ്രവുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് എഴുതേണ്ടത്. ഏതൊക്കെയാണ്? അപ്പോൾ ശരിയായിട്ടുള്ളത് മാത്രമാണ് പറയുന്നത്. സെറിബ്രം മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് അല്ലേ. അപ്പം സെറിബ്രം എന്ന് പറയുന്നത് തലച്ചോറിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് അല്ലേ, ശരിയാണ്. അതുപോലെ ചിന്തനം, ഓർമ്മ, ബുദ്ധിമുട്ടുകൾ പരിഹരിക്കൽ, ഭാഷ, തീരുമാനങ്ങൾ എന്നിവയെ നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ് അല്ലേ, അതും ശരിയാണ്. അപ്പോൾ ഓർമ്മിക്കുക, സെറിബ്രം എന്ന് പറയുന്നത് തലച്ചോറിലെ ഏറ്റവും വലിയ ഭാഗമാണ്. അതുപോലെ ചിന്തനം, ഓർമ്മ, ബുദ്ധിമുട്ടുകൾ പരിഹരിക്കൽ, ഭാഷ, തീരുമാനങ്ങൾ അല്ലേ, അതായത് ഈ ഐച്ഛിക പ്രവർത്തനങ്ങൾ എന്ന് പറയും അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള ഐച്ഛിക പ്രവർത്തനങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? സെറിബ്രാണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ പറയാം, സെറിബ്രം എന്ന് പറയുന്നത് തലച്ചോറിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ്. അതുപോലെ ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് സെറിബ്രാണ്. ഓക്കെ, അടുത്തത് ആരോഗ്യ കേരളം പദ്ധതിയുടെ പ്രധാന ഉദ്ദേശ്യം എന്താണ്? എന്താണ്? ആരോഗ്യ സേവനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളിലേക്ക് എത്തിക്കുക. അപ്പോൾ ആരോഗ്യ കേരളം എന്ന് പറയുന്ന പദ്ധതിയുടെ പ്രധാന ഉദ്ദേശം എന്താണ്? ആരോഗ്യ സേവനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളിലേക്ക് എത്തിക്കുക. ഓക്കെ, താഴെ പറയുന്ന സംയുക്തങ്ങളിൽ ഏതാണ് ജലവുമായി ചേർന്ന് പ്രവർത്തിച്ചാൽ കത്തുന്ന വാതകത്തെ ഉണ്ടാക്കുന്നത്? ഏതാണ്? കാൽസ്യം കാർബൈഡ്, CaC2 ആണ് കേട്ടോ. അപ്പോൾ ഓർമ്മിക്കണേ, എന്താണ്? CaC2 അഥവാ കാൽസ്യം കാർബൈഡ് ജലവുമായി ചേർന്ന് പ്രവർത്തിച്ചാൽ എന്തുണ്ടാവും? കത്തുന്ന വാതകങ്ങൾ ഉണ്ടാകും. അപ്പോൾ കാൽസ്യം കാർബൈഡ് CaC2 അല്ലേ, ജലവുമായി ചേർന്ന് പ്രവർത്തിച്ചാൽ എന്തുണ്ടാക്കും? കത്തുന്ന വാതകത്തെ ഉണ്ടാക്കും. അത് ഓർമ്മിച്ച് വെക്കുക കേട്ടോ. അടുത്തത്, ഒരു ആറ്റത്തിൻ്റെ M ഷെല്ലിൽ 6 ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ ആ ആറ്റത്തിൻ്റെ അറ്റോമിക നമ്പർ എത്രയാണെന്നാണ് ചോദ്യം. എത്രയാണ്? 16 ആണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം M എന്ന് പറയുന്നത് മൂന്നാമത്തെ ഷെല്ലാണ് അല്ലേ, KLM. അപ്പം മൂന്നാമത്തെ ഷെല്ലിൽ 6 ഉണ്ട് എന്ന് പറയുമ്പോൾ എത്രയാണ് അതിൻ്റെ അറ്റോമിക നമ്പർ വരിക? 16 ആണ് അല്ലേ. അപ്പോൾ മനസ്സിലാക്കുക, കെമിസ്ട്രിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണെന്ത്? ആറ്റം അല്ലേ. ആറ്റത്തിൻ്റെ ഘടനയിൽ നിന്നൊക്കെ പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. അത് വൃത്തിക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കുക അല്ലേ. ഓക്കെ, അടുത്തത്, സൂര്യനെക്കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഏതാണ്? ഏതാണ്? ആദിത്യ L1 ആണ് അല്ലേ. അപ്പോൾ ഓർമ്മിക്കണേ, സൂര്യനെക്കുറിച്ച് പഠിക്കാൻ ISRO വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഏതാണ്? ആദിത്യ L1. ഓക്കെ, ഘർഷണം ഇല്ലാത്ത ഒരു പ്രതലത്തിൽ നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുന്നത് ചിത്രീകരിച്ചിരിക്കുന്നു. ഈ വസ്തുവിന് ലഭിക്കുന്ന ത്വരണം എത്രയാണ് എന്നാണ് ചോദ്യം. എത്രയാണ്? 1/2 m/s² ആണ്. അപ്പോൾ എന്താണ്? ഘർഷണമില്ലാത്ത ഒരു പ്രതലത്തിൽ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുന്നത് തന്നിട്ടുണ്ട് അല്ലേ. ഈ ഒരു വസ്തുവിന് ലഭിക്കുന്ന ത്വരണം എത്രയാണ്? 1.2 m/s² ആണ് കേട്ടോ. അപ്പോൾ ഇത് എന്ത് ചെയ്യാം, ഈ ഒരു ബലം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ വൃത്തിക്ക് പഠിക്കുക. അടുത്തത്, പ്രേഷണത്തിന് മാധ്യമം ആവശ്യമുള്ള തരംഗം ഏതാണ്? ഏതാണ്? ശബ്ദതരംഗമാണ് അല്ലേ. അപ്പോൾ ഓർമ്മിക്കണേ, പ്രേഷണത്തിന് മാധ്യമം ആവശ്യമുള്ള തരംഗം ഏതാണ്? ശബ്ദതരംഗം കേട്ടോ. പ്രകാശതരംഗത്തിന് മാധ്യമം ആവശ്യമുണ്ടോ? ഇല്ല അല്ലേ. അപ്പം പ്രകാശതരംഗത്തിന് മാധ്യമം അല്ലേ, പ്രകാശതരംഗം പ്രേഷണം ചെയ്യാൻ മാധ്യമം ആവശ്യമില്ല കേട്ടോ. അതും കൂടെ ഓർമ്മിച്ച് വെക്കണേ. അടുത്തത്, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? മന്ദരോഗത്തിൻ്റെ രോഗകാരികളാണ് വൂച്ചറേറിയ, ബാങ്ക്രോഫ്റ്റി എന്ന വിരകൾ.
അപ്പോൾ അത് ശരിയാണ് അല്ലേ. അപ്പോൾ മന്ദരോഗത്തിൻ്റെ രോഗകാരികൾ ഏത് തരത്തിലുള്ള വിരകളാണ്? ഊച്ചറേറിയ ബാങ്ക്രോഫ്റ്റി എന്ന വിരകളാണ് അല്ലേ. അതുപോലെ പ്രായപൂർത്തിയായ മന്ദിവിരകൾ ലസിക വ്യവസ്ഥ അഥവാ ലിംഫാറ്റിക് വ്യവസ്ഥയിലാണ് വസിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം, മന്ദിരോഗത്തിൻ്റെ രോഗകാരികൾ ഏത് തരം വിരകളാണ്? ഊച്ചറേറിയ ബാങ്ക്രോഫ്റ്റി എന്ന് പറയുന്ന വിരകളാണ്. അതുപോലെ പ്രായപൂർത്തിയായ മന്ദിവിരകൾ എന്ത് വ്യവസ്ഥയിലാണ് വസിക്കുന്നത്? ലസിക വ്യവസ്ഥ അഥവാ ലിംഫാറ്റിക് വ്യവസ്ഥയിലാണ് വസിക്കുന്നത്. ഓക്കെ. AB നെഗറ്റീവ് രക്തഗ്രൂപ്പുള്ള ഒരു വ്യക്തിയെ അപകടം പറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അടിയന്തിരമായി രക്തം നൽകേണ്ടി വരികയും ചെയ്താൽ ആ വ്യക്തിക്ക് നൽകാവുന്ന രക്തഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്? A നെഗറ്റീവ്, B നെഗറ്റീവ്, AB നെഗറ്റീവ്, O നെഗറ്റീവ് അല്ലേ. അപ്പോൾ AB നെഗറ്റീവ് രക്തഗ്രൂപ്പുള്ള ഒരാൾക്ക് ഏതൊക്കെ രക്തഗ്രൂപ്പിൽ ഉള്ള ആളുകളിൽ നിന്ന് രക്തം സ്വീകരിക്കാൻ പറ്റും? A നെഗറ്റീവ്, B നെഗറ്റീവ്, AB നെഗറ്റീവ്, O നെഗറ്റീവ് അല്ലേ. ഇത്രയും രക്തഗ്രൂപ്പുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം? AB നെഗറ്റീവ് രക്തഗ്രൂപ്പുള്ള ഒരാൾക്ക് രക്തം കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ. കോശങ്ങളിൽ കാണപ്പെടുന്നതും കോശത്തിനാവശ്യമായ ഊർജം ATPയുടെ രൂപത്തിൽ നിർമ്മിക്കുന്നതും സംഭരിക്കുന്നതുമായ കോശഘടകം ഏതെന്നാണ് ചോദ്യം. ഏതാണ്? മൈറ്റോകോൺട്രിയ ആണ് അല്ലേ. അപ്പോൾ ഓർമ്മിക്കണേ, കോശാംഗങ്ങളിൽ കാണപ്പെടുന്നതും കോശത്തിനാവശ്യമായ ഊർജം ഏത് രൂപത്തിലാണ്? ATP രൂപത്തിൽ നിർമ്മിക്കുന്നതും സംഭരിക്കുന്നതുമായ കോശഘടകമാണ് എന്ത്? മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. അപ്പോൾ ബയോളജിയിൽ കോശങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയ ആണ് ഈ കോശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യുക? വൃത്തിക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. കേരള സർക്കാർ 2025 ഫെബ്രുവരിയിൽ തുടക്കമിട്ട ആരോഗ്യം ആനന്ദം എന്ന പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത് എന്താണ്? അപ്പോൾ ആരോഗ്യ ആനന്ദം എന്ന പദ്ധതിയുടെ ഉദ്ദേശം എന്താണ്? ക്യാൻസർ ബോധവൽക്കരണമാണ് കേട്ടോ. അപ്പോൾ ഓർമ്മിക്കണേ, കേരള സർക്കാർ ആരംഭിച്ച, അതായത് 2025 ഫെബ്രുവരിയിൽ തുടക്കമിട്ട ഒരു പദ്ധതിയാണെന്ത്? ആരോഗ്യ ആനന്ദ് എന്ന് പറയുന്നത്. ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? ക്യാൻസർ ബോധവൽക്കരണം നടത്തുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യമായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ. മനുഷ്യൻ്റെ പല രീതിയിലുള്ള ഇടപെടലുകൾ ഭീമമായ രീതിയിൽ ജീവികളുടെ വംശനാശനത്തിന് കാരണമാകുന്നുവെന്ന് വെളിവാക്കുന്ന 6ാം വംശനാശം ഒരു അസ്വാഭാവിക ചരിത്രം, ദ സിക്സ്ത് എക്സ്റ്റിങ്ഷൻ ആൻഡ് അൺനാച്ചുറൽ ഹിസ്റ്ററി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? എലിസബത്ത് കോൾബർട്ട് ആണ് കേട്ടോ. അപ്പോൾ ഓർമ്മിക്കുക, ദ സിക്സ്ത് എക്സ്റ്റിങ്ഷൻ ആൻഡ് അൺനാച്ചുറൽ ഹിസ്റ്ററി എന്ന പുസ്തകം രചിച്ചത് എലിസബത്ത് കോൾബർട്ട് ആണ് കേട്ടോ. ഓർമ്മിക്കണേ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? സാൽമോണല്ല ടൈഫി പരത്തുന്ന ടൈഫോയിഡ് രോഗികളിൽ രോഗം കാഠിന്യമേറുന്ന സന്ദർഭങ്ങളിൽ കുടലിൽ ദ്വാരങ്ങൾ കാണപ്പെടുന്നു. ശരിയാണ് അല്ലേ. പ്ലാസ്മോഡിയം പരത്തുന്ന മലേറിയ രോഗത്തിൽ വിറയലോടുകൂടിയ ശക്തമായ പനി ലക്ഷണമായി കാണപ്പെടുന്നു. അതും ശരിയാണ്. അതുപോലെ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ഉണ്ടാക്കുന്ന ന്യൂമോണിയ രോഗികളിൽ പനി, ചുമ, നെഞ്ചുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ശരിയാണ് അല്ലേ. അപ്പോൾ സാൽമോണല്ല ടൈഫി പരത്തുന്ന ടൈഫോയിഡ് രോഗികളിൽ രോഗം മൂർച്ഛിക്കുമ്പോൾ അഥവാ രോഗത്തിൻ്റെ കാഠിന്യം കൂടുന്ന സമയത്ത് കുടലിൽ ദ്വാരങ്ങൾ കാണപ്പെടുന്നുണ്ട്. അതുപോലെ പ്ലാസ്മോഡിയം പരത്തുന്ന മലേറിയ രോഗത്തിൽ അല്ലേ എന്താണ് അതിൻ്റെ ലക്ഷണമായിട്ട് പറയുന്നത്? വിറയലോട് കൂടിയ ശക്തമായ പനി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതുപോലെ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ഉണ്ടാക്കുന്ന ന്യൂമോണിയ രോഗികളിൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത്? പനി, ചുമ, നെഞ്ചുവേദന അല്ലേ. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇതൊക്കെ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് കേട്ടോ. അടുത്തത്, താഴെ പറയുന്നവയിൽ ഏത് ധാതുവാണ് ബ്രൗൺ ഡയമണ്ട് എന്നറിയപ്പെടുന്നത്? ലിഗ്നൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഓർമ്മിക്കണേ, ഏതാണ്? ബ്രൗൺ ഡയമണ്ട് എന്നറിയപ്പെടുന്ന ധാതുവാണ് ലിഗ്നൈറ്റ്. 2023 രസതന്ത്ര നൊബേൽ പ്രൈസ് ഏതിൻ്റെ കണ്ടുപിടുത്തത്തിനായാണ് നൽകപ്പെട്ടത്? ഏതിൻ്റെയാണ്? ക്വാണ്ടം ഡോട്ട്സ് അല്ലേ. അപ്പോൾ ഓർമ്മിക്കണേ, 2023 രസതന്ത്ര നൊബേൽ പ്രൈസ് ക്വാണ്ടം ഡോട്ട്സിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകിയത്. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് നേട്ടം? ഏതാണ്? സ്പാഡക്സ് ആണ് കേട്ടോ. അപ്പോൾ ഓർമ്മിക്കണേ,
ഇന്ത്യയുടെ സ്പേസ് ടോക്കിംഗ് നേട്ടം എന്ന് പറയുന്നത് സ്പാഡക്സ് ആണ് കേട്ടോ. പദാർത്ഥ കണികകളുടെ ദ്വൈത സ്വഭാവം ആദ്യമായി നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഡി ബ്രോഗ്ലിയാണ് കേട്ടോ. അപ്പോൾ ആരാണ്? ഡി ബ്രോഗ്ലിയാണ് പദാർത്ഥ കണികകളുടെ ദ്വൈത സ്വഭാവം ആദ്യമായിട്ട് നിർദ്ദേശിച്ചത്. ഇലക്ട്രിക് അയൺ ബോക്സിലെ ഹീറ്റിംഗ് എലിമെൻറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണ്? നിക്രോം ആണ് കേട്ടോ. അപ്പോൾ ഓർമ്മിക്കണേ, ഇലക്ട്രിക് അയൺ ബോക്സിലെ ഹീറ്റിംഗ് എലിമെൻറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണ്? നിക്രോം ആണ് കേട്ടോ. അടുത്തത് 90 ഗ്രാം ജലത്തിൽ എത്ര മോൾ അടങ്ങിയിട്ടുണ്ട്? എത്ര മോളാണ്? 5 മോൾ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓർമ്മിക്കണേ, 90 ഗ്രാം ജലത്തിൽ 5 മോൾ അടങ്ങിയിട്ടുണ്ട്. അടുത്തത് ആറ്റോമിക സംഖ്യ 23 മൂലകം ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിൽ പെടും? ഏത് ബ്ലോക്കിലാണ്? ഡി ബ്ലോക്കിലാണ് പെടുക അല്ലേ. അപ്പോൾ അറ്റോമിക സംഖ്യ 23 മൂലകം ആവർത്തന പട്ടികയിൽ ഏതിലാണ് പെടുന്നത്? ഡി ബ്ലോക്കിലാണ് കേട്ടോ. അപ്പോൾ കെമിസ്ട്രിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പീരിയോഡിക് ടേബിൾ അല്ലേ, അഥവാ ആവർത്തന പട്ടിക എന്ന് പറയുന്നത്. അത് വൃത്തിക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. സോഡിയം കാർബണേറ്റ് ലായനിയുടെ pH മൂല്യം എത്രയാണ്? 7ന് മുകളിലാണ്. അപ്പോൾ ഈ pH വാല്യൂവിൻ്റെ ആ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അത് അറിഞ്ഞിരിക്കുക കേട്ടോ. അത് പഠിച്ചിട്ട് പോവുക. അപ്പോൾ ഒന്നുകൂടി പറയാം, സോഡിയം കാർബണേറ്റ് ലായനിയുടെ pH മൂല്യം 7ന് മുകളിലാണ് കേട്ടോ. അടുത്തത് സ്റ്റാർഷിപ്പ് ബഹിരാകാശ പേടകം ഏത് ബഹിരാകാശ ഏജൻസിയാണ് നിർമ്മിച്ചത്? ഏത് ഏജൻസിയാണ് നിർമ്മിച്ചത്? സ്പേസ് എക്സ് ആണ് കേട്ടോ. അപ്പോൾ ഓർമ്മിക്കണേ, സ്റ്റാർഷിപ്പ് ബഹിരാകാശ പേടകം നിർമ്മിച്ചതാരാണ്? സ്പേസ് എക്സ് ആണ് കേട്ടോ. താഴെ പറയുന്നവയിൽ പ്രകാശത്തിൻ്റെ സ്വഭാവം അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. അപ്പോൾ തന്നിരിക്കുന്നതിൽ പ്രകാശത്തിൻ്റെ സ്വഭാവം അല്ലാത്തത് ഏതാണെന്ന് നോക്കാം. ശൂന്യതയിലൂടെ സഞ്ചരിക്കാനുള്ള കഴിവുണ്ട് അല്ലേ, അത് പ്രകാശത്തിൻ്റെ സ്വഭാവമാണ് അല്ലേ. പിന്നെയോ നിശ്ചിത വേഗത ഉണ്ട് അല്ലേ, അതും ഉണ്ട്. അതുപോലെ ഊർജം വഹിച്ചു കൊണ്ടുപോകാൻ കഴിയും, അതും ശരിയാണ് അല്ലേ. സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ്, തെറ്റാണ് അല്ലേ. അത് പ്രകാശത്തിൻ്റെ സ്വഭാവം അല്ല അല്ലേ. സഞ്ചരിക്കാൻ മാധ്യമത്തിൻ്റെ ആവശ്യമില്ല അല്ലേ, അതാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം. അന്തരീക്ഷ മർദ്ദത്തിൽ വെള്ളം 100 ഡിഗ്രി സെൽഷ്യസിൽ തിളയ്ക്കുന്നു. മർദ്ദം കുറഞ്ഞാൽ അത് കുറഞ്ഞ താപനിലയിൽ തിളയ്ക്കുന്നു. അപ്പോൾ നമുക്കറിയാം, മർദ്ദം കുറയുമ്പോൾ എന്താവും? താപനിലയും കുറയും അല്ലേ. ആ ഒരു കണക്ഷൻ ഓർമ്മിച്ച് വെക്കുക. അതുപോലെ ഈ ഒരു താപനില ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിസിക്സിലെ ടോപ്പിക്കുകളാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക കേട്ടോ. ഒരു വലിയ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലുള്ള വെള്ളത്തിൻ്റെ താപനില മുകളിലുള്ള വെള്ളത്തിൻ്റെ താപനിലയേക്കാൾ കൂടുതലാണ്. കാരണം എന്താണ്? അതിൻ്റെ കാരണം എന്നാണ് ചോദിച്ചത്. എന്താണ്? വീഴുന്ന വെള്ളത്തിൻ്റെ ഗതികോർജം താപമായി പരിവർത്തനം ചെയ്യപ്പെടുന്നു. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതും എന്താണ്? താപമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ. ഇപ്പോൾ ഇവിടെയും വന്ന് കണ്ടില്ലേ ചോദ്യം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഫിസിക്സിൽ താപവും താപനിലയും ഒക്കെ വളരെ വൃത്തിക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. എന്തായാലും ചോദ്യങ്ങൾ വരും ആ ഒരു ഭാഗത്തുനിന്ന്. ഓക്കെ, അടുത്തത് വംശനാശ ഭീഷണി നേരിടുന്ന കേരളത്തിലെ ഭൂഗർഭ മീനുകൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലേ. A, B, C, D 4 എന്താണ്? വംശനാശ ഭീഷണി നേരിടുന്ന കേരളത്തിലെ ഭൂഗർഭ മീനുകളാണ്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ക്രിപ്റ്റോഗ്ലാനിസ് ഷാജി, ഹൊറഗ്ലാനിസ് അബ്ദുൽ കലാമി, പാഞ്ചിയോ ഭുജിയ, എനിഗ്മജന്ന കൊല്ലം. അപ്പോൾ എന്തൊക്കെയാണ്? ക്രിപ്റ്റോഗ്ലാനിസ് ഷാജി, ഹൊറഗ്ലാനിസ് അബ്ദുൽ കലാമി, പാഞ്ചിയോ ഭുജിയ, എനിഗ്മജന്ന കൊല്ലം. ഈ 4 ഭൂഗർഭ മീനുകളും കേരളത്തിലാണ് അല്ലേ. കേരളത്തിലെ ഭൂഗർഭ മീനുകളാണ്. ഇവ എന്ത് ചെയ്യുന്നുണ്ട്? വംശനാശ ഭീഷണി നേരിടുന്നുണ്ട്. ഓക്കെ, രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ നില നിയന്ത്രിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ്? ഇൻസുലിനും ഗ്ലൂക്കഗോണുമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എനിക്ക് തോന്നുന്നു റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ടേ. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾ മനസ്സിലാക്കി വെക്കണേ. അപ്പോൾ എന്താണ്? രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ നില നിയന്ത്രിക്കുന്ന ഹോർമോണുകളാണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും.
പ്രസവശേഷം ആദ്യമായി ഉൽപ്പാദിപ്പിക്കുന്ന മുലപ്പാലാണ് കൊളസ്ട്രോൾ. ഇതിലടങ്ങിയിരിക്കുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏതാണ് IgA അല്ലേ. അപ്പോൾ കൊളസ്ട്രോളിൽ അടങ്ങിയിരിക്കുന്ന ഇമ്മ്യൂണോഗ്ലോബുലിനാണ് IgA. ഓർമ്മിച്ച് വെക്കണേ. മലമ്പനിയുടെ പ്രധാന ലക്ഷണമാണ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ വരുന്ന വിറയലോട് കൂടിയ പനി. ഇതിന് കാരണം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ഹീമോസോയിലാണ് കേട്ടോ. അപ്പോൾ ഓർമ്മിക്കുക, മലമ്പനിയുടെ പ്രധാന ലക്ഷണമാണെന്ത്? ഒന്നിടവിട്ട ദിവസങ്ങളിൽ വരുന്ന വിറയലോട് കൂടിയ പനി. ഇതിന് കാരണം എന്താണ്? ഹീമോസോയിലാണ് കേട്ടോ. ഓർമ്മിച്ച് നോക്കണേ. അടുത്തത് HIV ബാധ കണ്ടെത്താൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റ് ഏതാണ് എലിസ ടെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഓർമ്മിക്കുക, HIV ബാധ കണ്ടെത്താൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റ് എലിസ ടെസ്റ്റ്. 2023 കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യയ്ക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് ഏത് ആരോഗ്യ പദ്ധതിക്കാണ്? ആശാധാരയാണ് കേട്ടോ. അപ്പോൾ ഓർമ്മിക്കണേ, 2023 കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് കേട്ടോ. അത് ലഭിച്ചത് ഏത് പദ്ധതിക്കാണ്? ആശാധാര കേട്ടോ. ഓർമ്മിക്കണേ. അമീബിക് മെനിഞ്ചോ എൻസഫലൈറ്റിസിനു കാരണമാകുന്ന രോഗകാരി ഏതാണ്? നെയ്ഗ്ലേരിയ ഫൗലേരിയാണ് കേട്ടോ. അപ്പോൾ ഓർമ്മിക്കണേ, അമീബിക് മെനിഞ്ചോ എൻസഫലൈറ്റിസിനു കാരണമാകുന്ന രോഗകാരിയാണ് നെയ്ഗ്ലേരിയ ഫൗലേരി. അടുത്തത്, പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏതാണ്? മിഠായി അല്ലേ. അപ്പോൾ ഓർമ്മിച്ച് വെക്കണേ, ഇതൊക്കെ ആരോഗ്യക്ഷേമ പദ്ധതികൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൻ്റെ അണ്ടറിൽ വരുന്നതാണേ. അപ്പോൾ ഓർമ്മിക്കുക, പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതിയാണ് മിഠായി. അടുത്തത്, ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്നാണ്? ജൂലൈ 28 കേട്ടോ. അപ്പോൾ ഓർമ്മിക്കണേ, ലോക പ്രകൃതി സംരക്ഷണ ദിനമാണ് ജൂലൈ 28 കേട്ടോ. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതാണ്? ജീവകം K ആണ് കേട്ടോ. K ഫോർ കട്ട പിടിക്കാൻ അല്ലേ. അങ്ങനെ ഓർമ്മിച്ച് വെക്കണേ. അപ്പോൾ എന്താണ് ചോദ്യം? ഒന്നുകൂടി പറയാം. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം K അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ജീവകങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഏതൊരു പരീക്ഷ എടുത്തു നോക്കിയാലും 1-2 ചോദ്യങ്ങൾ ഈ ജീവകമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവും. വളരെ സിമ്പിളുമാണ്, ചെറിയ ടോപ്പിക്കാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, അത് വൃത്തിക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണുന്ന സ്ഥരപാളി ഏതാണ്? മെനിഞ്ചസ് ആണേ. അപ്പോൾ ഓർമ്മിക്കുക, മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണുന്ന സ്ഥരപാളിയാണ് മെനിഞ്ചസ്. അപ്പോൾ മസ്തിഷ്കമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട നാഡീവ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ഈ ഒരു ചാനലിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, അത് പ്ലേലിസ്റ്റിൽ കയറിയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അടുത്തത്, രക്തത്തിലെ കാൽഷ്യത്തിൻ്റെ സാധാരണ അളവ് എത്രയാണ്? 9 മുതൽ 11 മില്ലിഗ്രാമാണ് കേട്ടോ. അപ്പോൾ ഓർമ്മിക്കണേ, രക്തത്തിലെ കാൽഷ്യത്തിൻ്റെ സാധാരണ അളവ് എത്രയാണ്? 9 മുതൽ 11 മില്ലിഗ്രാമാണ് കേട്ടോ. ക്ഷയരോഗം പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന വാക്സിൻ്റെ എന്താണ്? BCG ആണ് അല്ലേ. അപ്പോൾ നേരത്തെ ഒരു ചോദ്യം ഇല്ലായിരുന്നോ? എന്തായിരുന്നു? OPV അല്ലേ. OPV എന്ന് പറയുന്നത്, OPV വാക്സിന് ഏത് രോഗത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടായിരുന്നു? പോളിയോ രോഗത്തെ അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ രോഗത്തിൻ്റെ പേരും ഓരോ രോഗവും ആ രോഗത്തെ പ്രതിരോധിക്കാൻ വേണ്ട വാക്സിന് ഏതൊക്കെയാണെന്നുള്ളത് എന്ത് ചെയ്യുക, നോക്കി വെക്കുക കേട്ടോ. അതും പഠിക്കണേ. അപ്പോൾ ഒന്നുകൂടി പറയാം, ക്ഷയരോഗം പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന വാക്സിൻ്റെ പേരാണ് BCG. ഓക്കെ. എലിപ്പനിക്ക് കാരണമായ രോഗകാരിയുടെ എന്താണ്? ലെപ്റ്റോസ്പൈറ. അപ്പോൾ ഓർമ്മിക്കുക, എന്താണ്? എലിപ്പനിക്ക് കാരണമായ രോഗകാരിയുടെ പേര് ലെപ്റ്റോസ്പൈറ കേട്ടോ. ഒരു കാർഡിയാക് സൈക്കിൾ പൂർത്തീകരിക്കാൻ ആവശ്യമായ സമയം എത്രയാണ്? 0.8 സെക്കൻഡാണ് അല്ലേ. അപ്പോൾ ഓർമ്മിച്ച് വെക്കണേ, ഒരു കാർഡിയാക് സൈക്കിൾ പൂർത്തീകരിക്കാൻ ആവശ്യമായ സമയം എന്ന് പറയുന്നത് 0.8 സെക്കൻഡാണ് കേട്ടോ. അടുത്തത്,
രക്തത്തിൽ കാണപ്പെടുന്ന ഫാഗോസൈറ്റിക് കോശം ഏതാണ്? മോണോസൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഓർമ്മിക്കുക, രക്തത്തിൽ കാണപ്പെടുന്ന ഫാഗോസൈറ്റിക് കോശമാണ് മോണോസൈറ്റ്. ഓക്കെ. അടുത്തത്, വൈഡൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു? ഏത് രോഗകാരിയാണ്? സാൽമൊണല്ല ടൈഫി ആണ് അല്ലേ. അപ്പോൾ വൈഡൽ പരിശോധന ഏത് രോഗത്തെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ ടൈഫോയിഡ് അല്ലേ. അപ്പോൾ രോഗകാരി ചോദിച്ചുകൊണ്ട് എന്താണ്? സാൽമൊണല്ല ടൈഫി ആവും കേട്ടോ. അത് ഓർമ്മിച്ച് വെക്കുക കേട്ടോ. മലമ്പനി രോഗകാരിയായ പ്ലാസ്മോഡിയം ഏതു വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഏത് വിഭാഗത്തിലാണ് പ്ലാസ്മോഡിയം ഉൾപ്പെടുന്നത്? പ്രോട്ടോസോവയിലാണ് കേട്ടോ. അപ്പോൾ മലമ്പനിയുടെ രോഗകാരിയായ എന്താണ്? പ്ലാസ്മോഡിയം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? പ്രോട്ടോസോവയിൽ കേട്ടോ. ഓർമ്മിച്ച് വെക്കണേ. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഇന്ത്യയിൽ ഉൾപ്പെടാത്ത ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്? ഏതാണ്? സുന്ദർലാൻഡ് ആണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയിൽ ഉൾപ്പെട്ട ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് ഏതൊക്കെയാണ്? പശ്ചിമഘട്ടം, ഇന്തോ ബർമ, വടക്ക് കിഴക്കൻ ഹിമാലയം. അപ്പോൾ ഇന്ത്യയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഇന്ത്യയിൽ ഉൾപ്പെടാത്ത ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടാണ് സുന്ദർലാൻഡ് കേട്ടോ. ഓർമ്മിച്ച് വെക്കണേ. 2023 രസതന്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് എന്തിൻ്റെ കണ്ടുപിടുത്തത്തിനാണ്? എന്തിൻ്റെ കണ്ടുപിടുത്തത്തിനാണ്? ക്വാണ്ടം ഡോട്ട് അല്ലേ. അപ്പോൾ ഓർമ്മിച്ച് വെക്കുക, 2023 രസതന്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് ക്വാണ്ടം ഡോട്ടിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് കേട്ടോ. താപപ്രേഷണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. അപ്പോൾ തന്നിരിക്കുന്നവയിൽ എല്ലാം ശരിയാണ് അല്ലേ. അപ്പോൾ ഓരോന്നും നോക്കാം. തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. ശരിയാണ്. തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. അതും ശരിയാണ്. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. അതും ശരിയാണ് അല്ലേ. അപ്പോൾ തന്നിരിക്കുന്ന പ്രസ്താവനകൾ മുഴുവൻ ശരിയാണ് കേട്ടോ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് മൂലകത്തെ സൂചിപ്പിക്കുന്നു? ന്യൂട്രോൺ കാണപ്പെടുന്നില്ല. മാസ് നമ്പർ 1 ഹെൻറി കാവൻഡിഷ് ആണ് ഈ മൂലകം കണ്ടെത്തിയത്. ഏതാണ് മൂലകം? ഹൈഡ്രജൻ ആണ് അല്ലേ. അപ്പോൾ ഓർമ്മിക്കുക, ഹൈഡ്രജനിൽ ന്യൂട്രോൺ കാണപ്പെടുന്നില്ല അല്ലേ. പിന്നെയോ മാസ് നമ്പർ 1 ഇത് കണ്ടുപിടിച്ചത് ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഹൈഡ്രജനുമായിട്ട് ബന്ധപ്പെട്ട് ഓർമ്മിച്ചിരിക്കുക. താഴെ പറയുന്ന പദാർത്ഥങ്ങളിൽ ഏതിൽ നിന്നാണ് വളരെ എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും സിങ്ക് വേർതിരിച്ചെടുക്കാൻ കഴിയുന്നത്? ഏതിൽ നിന്നാണ്? കലാമിൻ നിന്നാണ് കേട്ടോ. കലാമിൻ. അപ്പോൾ ഇവിടെ ഈ അയിരുകളും ധാതുക്കളും എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഈ ചോദ്യം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? കെമിസ്ട്രിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എന്ത്? അയിരുകളും ധാതുക്കളും എന്ന് പറയുന്നത്. അത് വൃത്തിക്ക് പഠിച്ചു പോവുക കേട്ടോ. താഴെ തന്നിരിക്കുന്നവയിൽ ശാസ്ത്രജ്ഞരും കണ്ടുപിടുത്തങ്ങളും ശരിയായി യോജിച്ച ജോഡികൾ കണ്ടെത്തുക. ഇലക്ട്രോൺ ജെ തോംസൺ, പ്രോട്ടോൺ ജെയിംസ് ചാഡ്വിക്ക്, ന്യൂട്രോൺ റുദർഫോർഡ്. അപ്പോൾ തന്നിരിക്കുന്നതിൽ ഏത് മാത്രമാണ് ശരി? ഒന്ന് മാത്രമാണ് അല്ലേ ശരി. ഇലക്ട്രോൺ കണ്ടെത്തിയത് ആരാണ്? ജെ തോംസൺ ആണ് അല്ലേ. പ്രോട്ടോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക്ക് അല്ല. ആരാണ്? റുദർഫോർഡ് ആണ് അല്ലേ. ന്യൂട്രോൺ കണ്ടെത്തിയതാണ് ആര്? ജെയിംസ് ചാഡ്വിക്ക് എന്ന് പറയുന്നത്. ഓക്കെ. കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഏതൊക്കെയാണ് ശരി? വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നു. പ്രതിപതന തലം പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഗോളീയ ദർപ്പണങ്ങളാണിവ. അപ്പോൾ ഇതാണ് ശരി. അപ്പോൾ അതുപോലെ കണ്ണിലുള്ള ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ് അല്ലേ. അപ്പോൾ ലെൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ഫിസിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഒരു ചോദ്യം ഉറപ്പാണ് അല്ലേ. അപ്പോൾ എന്തായിട്ടും എന്ത് ചെയ്യുക? നിർബന്ധമായിട്ടും നിങ്ങൾ ഈ ലെൻസ് എന്ന് പറയുന്ന ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യുക? വൃത്തിക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ ഒന്നുകൂടി പറയാം. വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നത് എന്താണ്? കോൺവെക്സ് ലെൻസാണ്. അതുപോലെ പ്രതിപതന തലം പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഗോളീയ ദർപ്പണങ്ങളാണ് ഈ കോൺവെക്സ് ദർപ്പണങ്ങളെന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ദ്രവ്യത്തിൻ്റെ അവസ്ഥകളെന്ന് പറയുന്നത് വളരെ വേണ്ടപ്പെട്ട, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കണേ. 9 അവസ്ഥകൾ. അത്രയൊന്നും പഠിക്കാനില്ല, വേഗം കഴിയുന്നതാണ്. അത് വൃത്തിക്ക് പഠിക്കുക. ഒരു ചോദ്യം ഉറപ്പാണ്.
താഴെ തന്നിരിക്കുന്നവയിൽ അർദ്ധലോഹങ്ങൾ അഥവാ ഉപലോഹം അല്ലാത്തവയാണ്. ഏതാണ് തന്നിരിക്കുന്നതിലെ? മഗ്നീഷ്യം ആണ് അല്ലേ. അപ്പോൾ സിലിക്കൺ, ടെലൂറിയം, ജെർമേനിയം ഇവയൊക്കെ എന്താണ്? അർദ്ധലോഹങ്ങൾ അഥവാ ഉപലോഹങ്ങളാണ് അല്ലേ. അപ്പോൾ ഓർമ്മിക്കണേ, അർദ്ധലോഹങ്ങൾ ഏതൊക്കെയാണ്? സിലിക്കൺ, ടെലൂറിയം, ജെർമേനിയം. അപ്പോൾ അർദ്ധലോഹങ്ങളല്ലാത്തത് ഇവിടെ തന്നിരിക്കുന്നതിൽ മഗ്നീഷ്യമാണ്. അറ്റോമിക സംഖ്യ 120 ഉള്ള മൂലകത്തിൻ്റെ IUPAC നാമം ഏതാണ്? അൺബൈനലിയാണ് കേട്ടോ. അപ്പോൾ ഓർമ്മിക്കുക, അറ്റോമിക സംഖ്യ 120 ഉള്ള മൂലകത്തിൻ്റെ IUPAC നാമം എന്താണ്? അൺബൈനലിയം. റുദർഫോർഡിൻ്റെ ആൽഫ കിരണ വിസരണ പരീക്ഷണത്തിലെ തെറ്റായ നിരീക്ഷണം ആണ് എന്താണ് തെറ്റായിട്ടുള്ളത്? സ്വർണ്ണത്തകിടിലൂടെ മിക്ക ആൽഫ കണങ്ങളും 180 ഡിഗ്രി വരെ വ്യതിചലിച്ചു എന്നാണ് പറഞ്ഞത്. അത് തെറ്റാണ് അല്ലേ. സ്വർണ്ണത്തകിടിലൂടെ മിക്ക ആൽഫ കണങ്ങളും അല്ല, വളരെ കുറച്ച് ആൽഫ കണങ്ങൾ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? 180 ഡിഗ്രി വ്യതിചലിച്ചിട്ടുള്ളൂ. അത് ഓർമ്മിക്കണേ. അപ്പോൾ ശരിയായിട്ടുള്ള ഏതൊക്കെയാണ്? സ്വർണ്ണത്തകിടിലൂടെ മിക്ക ആൽഫ കണങ്ങളും വ്യതിയാനമില്ലാതെ കടന്നുപോയി, ശരിയാണ് അല്ലേ. പിന്നെ ആൽഫ കണങ്ങളുടെ ഒരു ചെറിയ ഭാഗം ചെറിയ കോണുകളിൽ വ്യതിചലിച്ചു, ശരിയാണല്ലേ. വളരെ കുറച്ച് കണങ്ങൾ 180 ഡിഗ്രി വരെ വ്യതിചലിച്ചു, ഇതൊക്കെ ശരിയാണല്ലേ. അപ്പോൾ ഓർമ്മിച്ച് വെക്കണേ ഇതൊക്കെ. ഭൂമിയുടെ ലോ എർത്ത് ഭ്രമണപഥത്തിൽ 2 ബഹിരാകാശ വാഹനങ്ങൾക്കിടയിൽ ഡോക്കിങ്ങും അൺഡോക്കിങ്ങും പരീക്ഷിക്കുന്നതിനായി വിക്ഷേപിച്ച ISRO ദൗത്യത്തിൻ്റെ പേരെന്ത്? എന്താണ്? സ്പാഡക്സ് മിഷനാണ്. അപ്പോൾ സ്പാഡക്സ് മിഷൻ എന്ന് പറയുന്നത് ഭൂമിയുടെ ലോ എർത്ത് ഭ്രമണപഥത്തിൽ 2 ബഹിരാകാശ വാഹനങ്ങൾക്കിടയിലെ ഡോക്കിങ്ങും അൺഡോക്കിങ്ങും പരീക്ഷിക്കുന്നതിന് വേണ്ടി വിക്ഷേപിച്ച ദൗത്യമാണെന്ത്? സ്പാഡക്സ് മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് കിലോ വാട്ട് അവർ എന്നത് ഏത് ഭൗതിക അളവിൻ്റെ യൂണിറ്റാണ്? ഏതിൻ്റെയാണ്? ഊർജത്തിൻ്റെയാണ്. അപ്പോൾ ഊർജത്തിൻ്റെ യൂണിറ്റാണ് എന്ത് പറയുന്നത്? കിലോ വാട്ട് അവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഊർജം, പവർ, ബലം അല്ലേ, സമയം, അങ്ങനെയുള്ള ടോപ്പിക്കുകൾ ഫിസിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന ഏരിയയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, അത്തരത്തിലുള്ള ടോപ്പിക്ക് വൃത്തിക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കണേ. താഴെ തന്നിട്ടുള്ളവയിൽ ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഏതാണ്? ഗുരുത്വാകർഷണ ബലമാണ്. അപ്പോൾ ഓർമ്മിക്കുക, ഏറ്റവും ശക്തി കുറഞ്ഞ ബലം എന്ന് പറയുന്നത് ഗുരുത്വാകർഷണ ബലമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ ബലത്തിൽ നിന്നൊക്കെ ചോദ്യം ഉണ്ടാവുമെന്ന്. അപ്പോൾ ചോദ്യം റിപ്പീറ്റ് ചെയ്ത് വന്ന് കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് പഠിക്കുക. വ്യത്യസ്ത രീതിയിലായിരിക്കും ചോദ്യം വരിക, എന്നാലും നമുക്ക് കണ്ടൻറ്റ് അറിഞ്ഞിരിക്കണം. ഓക്കെ, പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ച ആരാണ്? ക്രിസ്റ്റ്യൻ ഹൈജൻസ് ആണ്. അപ്പോൾ ഓർമ്മിക്കുക, പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തമാണ് ആവിഷ്കരിച്ചതാരാണ്? ക്രിസ്റ്റ്യൻ ഹൈജൻസ്. 2012 കേരള സർക്കാർ തിരഞ്ഞെടുത്ത കേരളത്തിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രം ഏതാണ്? കൊല്ലം ജില്ലയിലെ ആശ്രാമത്തെ കണ്ടൽ വനങ്ങൾ. അപ്പോൾ ഓർമ്മിക്കുക, 2012 കേരള സർക്കാർ തിരഞ്ഞെടുത്ത കേരളത്തിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമാണ്. അപ്പോൾ അത് ഓർമ്മിക്കുക കേട്ടോ. ആദ്യത്തേത് ഏതാണ്? കൊല്ലം ആശ്രാമത്തെ കണ്ടൽ വനങ്ങൾ കേട്ടോ. ഓപ്പറേഷൻ അമൃത് പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇതുമായിട്ടാണ് ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയലല്ലേ. അപ്പോൾ ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ വേണ്ടിയിട്ട് കേരളത്തിൽ നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണെന്ത്? ഓപ്പറേഷൻ അമൃത് എന്ന് പറയുന്നത് കേട്ടോ. ടൈഫോയിഡ് രോഗനിർണയത്തിനായി ഉപയോഗിക്കുന്ന വൈഡൽ ടെസ്റ്റിൻ്റെ പ്രധാന തത്വം എന്താണ്? അഗ്ലൂട്ടിനേഷൻ ആണ്. അപ്പോൾ ഓർമ്മിക്കുക, ടൈഫോയിഡ് രോഗനിർണയത്തിനായി ഉപയോഗിക്കുന്ന ടെസ്റ്റാണെന്ത്? വൈഡൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വൈഡൽ ടെസ്റ്റിൻ്റെ പ്രധാന തത്വം എന്ന് പറയുന്നത് എന്താണ്? അഗ്ലൂട്ടിനേഷൻ ആണ് കേട്ടോ. ഇൻസുലിൻ നിയന്ത്രിത പ്രോട്ടീൻ അഥവാ ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഏതാണ്? GLUT4 ആണ് അല്ലേ. അപ്പോൾ ഓർമ്മിക്കണേ, ഇൻസുലിൻ നിയന്ത്രിത പ്രോട്ടീനാണെന്ത്? GLUT4 എന്ന് പറയുന്നത്.
ക്യാൻസർ മൂലമോ അതിൻ്റെ ചികിത്സ മൂലമോ ഉണ്ടാകുന്ന വിളർച്ച ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടീൻ ഏതാണ് എറിത്രോപോയിറ്റിനാണ് കേട്ടോ. അപ്പോൾ ഓർമ്മിക്കണേ, ക്യാൻസർ മൂലമോ അതിൻ്റെ ചികിത്സ മൂലമോ ഉണ്ടാകുന്ന വിളർച്ച ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടീനാണ് എറിത്രോപോയിറ്റിൻ എന്ന് പറയുന്നത്. സർജിക്കൽ ഉപകരണങ്ങൾ ഓട്ടോക്ലേവ് ഉപയോഗിച്ച് അണുനശീകരണം നടത്തുമ്പോൾ സംഭവിക്കുന്നത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? 1, 3 ആണ് അല്ലേ തന്നിരിക്കുന്നതിൽ. അപ്പോൾ ജലത്തിൻ്റെ തിളനില കൂടുന്നു സംഭവിക്കുന്നുണ്ട്. പിന്നെയോ ഓട്ടോക്ലേവിലെ മർദ്ദം അന്തരീക്ഷ മർദ്ദത്തേക്കാൾ കൂടുതലാവും അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ്? സർജിക്കൽ ഉപകരണങ്ങൾ ഓട്ടോക്ലേവ് ഉപയോഗിച്ച് അണുനശീകരണം നടത്തുമ്പോൾ സംഭവിക്കുന്നത് എന്തൊക്കെയാണ്? ജലത്തിൻ്റെ തിളനില കൂടുന്നു, അതുപോലെ ഓട്ടോക്ലേവിലെ മർദ്ദം അന്തരീക്ഷ മർദ്ദത്തേക്കാൾ കൂടുതലാകുന്നു. ഓക്കെ. ലൗറി ബ്രോൺസ്റ്റഡ് തത്വമനുസരിച്ച് ആസിഡും ബേസും വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്താണ്? ആസിഡ് H പോസിറ്റീവ് ദാതാവ്, ബേസ് H പോസിറ്റീവ് സ്വീകർത്താവ് അല്ലേ. അപ്പോൾ എന്താണ്? ലൗറി ബ്രോൺസ്റ്റഡ് തത്വമനുസരിച്ച് ആസിഡും ബേസും എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? ആസിഡ് എന്ന് പറയുന്നത് H പോസിറ്റീവ് ദാതാവും ബേസ് H പോസിറ്റീവ് സ്വീകർത്താവുമാണ് കേട്ടോ. ഓർമ്മിക്കണേ. ആറ്റോമിക നമ്പറും ആവർത്തന പട്ടികയിലെ സ്ഥാനവും അനുസരിച്ച് ചുവടെ തന്നിരിക്കുന്ന മൂലകങ്ങളെ ലോഹ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. അപ്പോൾ ഓപ്ഷൻ ബി ആണല്ലേ കറക്റ്റ്. റുബീഡിയം, പൊട്ടാഷ്യം, മഗ്നീഷ്യം, ജെർമേനിയം, സെലീനിയം. അപ്പോൾ ഏറ്റവും കൂടുതൽ ലോഹ സ്വഭാവം കൂടുതലുള്ളത് ഏതിനാണ്? റുബീഡിയം അല്ലേ. അത് കഴിഞ്ഞാൽ പൊട്ടാസ്യം, പിന്നെ മഗ്നീഷ്യം, പിന്നെ ജെർമേനിയം, പിന്നെ സെലീനിയം. ഓക്കെ. ഒരു വസ്തുവിൽ 10 ന്യൂട്ടൺ ബലം 5 സെക്കൻഡ് നേരത്തേക്ക് അനുഭവപ്പെടുന്നു. വസ്തു സഞ്ചരിച്ച ദൂരം 4 മീറ്റർ ആണെങ്കിൽ ചെലവഴിക്കപ്പെട്ട പവർ എത്രയാണ് ഇവിടെ? 8 വാട്ടാണ് ആൻസറായിട്ട് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ പവറൊക്കെ കണ്ടുപിടിക്കുന്നത് എന്ത് ചെയ്യാം? നിങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കണേ. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ടും വരും. ഓക്കെ. രാത്രി കാഴ്ച ഉപകരണങ്ങൾ പ്രവർത്തിക്കാൻ സഹായിക്കുന്ന വൈദ്യുത കാന്തിക തരംഗം ഏതാണ്? ഇൻഫ്രാറെഡ് രശ്മികളാണ്. അപ്പോൾ ഓർമ്മിക്കുക, രാത്രി കാഴ്ച ഉപകരണങ്ങൾ പ്രവർത്തിക്കാൻ സഹായിക്കുന്ന വൈദ്യുത കാന്തിക തരംഗമാണ് ഇൻഫ്രാറെഡ് രശ്മികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വൈദ്യുത കാന്തിക തരംഗങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ്. അത് എന്ത് ചെയ്യുക? നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ISROയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? വി നാരായണനാണ് കേട്ടോ. അപ്പോൾ ഓർമ്മിക്കുക, ISROയുടെ നിലവിലെ ചെയർമാൻ വി നാരായണനാണ് കേട്ടോ. താഴെ പറയുന്നവയിൽ വാക്സിനേഷൻ വഴി തടയാൻ കഴിയാത്ത രോഗം ഏതാണ്? ബെറിബറിയാണ് അല്ലേ. അപ്പോൾ ഓർമ്മിക്കുക, തന്നിരിക്കുന്നതിൽ ഓക്സിനേഷൻ വഴി തടയാൻ കഴിയാത്ത രോഗമാണ് ബെറിബറി അല്ലേ. അപ്പോൾ ടൈഫോയിഡ്, റാബീസ്, 5-ാം പനി ഇതിനൊക്കെ എന്തുണ്ട്? വാക്സിൻ ഉണ്ട്. അപ്പോൾ ബെറിബറിക്ക് എന്തില്ല? വാക്സിൻ ഇല്ല കേട്ടോ. അത് ഓർമ്മിച്ച് വെക്കണേ. 2021 മലേറിയ തടയുന്നതിനായി ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച വാക്സിനാണ് മോസ്കിറിക്സ് എന്ന് പറയുന്നത്. എന്താണ്? 2021 മലേറിയ തടയുന്നതിനായി ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച വാക്സിനാണ് മോസ്കിറിക്സ് എന്ന് പറയുന്നത്. ബയോഡൈവേഴ്സിറ്റി എന്ന പദം പ്രചാരത്തിലാക്കിയ ജീവശാസ്ത്രകാരൻ ആരാണ്? എഡ്വേർഡ് വിൽസൺ ആണ്. അപ്പോൾ ഓർമ്മിക്കുക, ബയോഡൈവേഴ്സിറ്റി എന്ന പദം പ്രചാരത്തിലാക്കിയ ജീവശാസ്ത്രകാരനാണ് എഡ്വേർഡ് വിൽസൺ എന്ന് പറയുന്നത്. റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നതും പരിപാലിക്കുന്നതും ഏത് അന്താരാഷ്ട്ര സംഘടനയാണ്? ഏതാണ്? IUCN ആണ്. അപ്പോൾ റെഡ് ഡാറ്റ ബുക്ക് എന്ന് പറയുന്നത് പ്രസിദ്ധീകരിക്കുന്നതും പരിപാലിക്കുന്നതും ഏത് സംഘടനയാണ്? IUCN എന്ന് പറയുന്ന അന്താരാഷ്ട്ര സംഘടനയാണ്. ഓർമ്മിച്ച് വെക്കുക കേട്ടോ. രക്തത്തിലെ ഏതു ഘടകം അനാരോഗ്യകരമായ അളവിലേക്ക് താഴുമ്പോഴാണ് അനിയന്ത്രിതമായ രക്തസ്രാവം ഉണ്ടാകുന്നത്? ഏതാണ്? ത്രോംബോസൈറ്റ്സ് ആണ്. അപ്പോൾ ത്രോംബോസൈറ്റ്സ് അനാരോഗ്യകരമായ അളവിലേക്ക് താഴുമ്പോഴാണ് അനിയന്ത്രിതമായ രക്തസ്രാവം ഉണ്ടാകുന്നത്. ഓർമ്മിക്കണേ.
ഉപ്പ് നിലനിർത്തൽ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏതാണ്? ആൽഡോസ്റ്റിറോൺ ആണ്. അപ്പോൾ ഓർമ്മിക്കുക, ഉപ്പ് നിലനിർത്തൽ ഹോർമോൺ എന്നറിയപ്പെടുന്നത് ആൽഡോസ്റ്റിറോൺ. നിറങ്ങൾ തിരിച്ചറിയാനും തീവ്രപ്രകാശത്തിൽ വസ്തുക്കളെ കാണാനും സഹായിക്കുന്ന കണ്ണിലെ കോശങ്ങൾ ഏതാണ്? കോൺ കോശങ്ങളാണ്. അപ്പോൾ ബയോളജിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കണ്ണ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വരുന്നതാണ് ഈ പറയുന്നത്. നിറങ്ങൾ തിരിച്ചറിയാനും തീവ്രപ്രകാശത്തിൽ വസ്തുക്കളെ കാണാനും സഹായിക്കുന്ന കണ്ണിലെ കോശമാണ് കോൺ കോശങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ. ചിക്കൻ പോക്സ് രോഗം ഉണ്ടാക്കുന്ന വൈറസ് ഏതാണ്? വാരിസെല്ല സോസ്റ്റർ വൈറസ് ആണ്. അപ്പോൾ ചിക്കൻ പോക്സ് രോഗം ഉണ്ടാക്കുന്നത് ഏത് വൈറസാണ്? വാരിസെല്ല സോസ്റ്റർ വൈറസ് ആണ് കേട്ടോ. ഏതു സംഘടനയാണ് പ്ലാനറ്റ് ഓൺ ദി മൂവ് എന്ന പേരിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത്? ഏതാണ്? WWF അല്ലേ, വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ എന്നുള്ള ആ ഒരു സംഘടനയാണ് പ്ലാനറ്റ് ഓൺ ദി മൂവ് എന്ന പേരിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത്. നിർവീര്യലായകമായ ജലത്തിൻ്റെ pH മൂല്യം 7 ആണ്. ജലത്തിലേക്ക് അല്പം ആസിഡ് ചേർത്താൽ ലായനിയുടെ pHന് എന്ത് മാറ്റം ഉണ്ടാകുന്നു? എന്ത് മാറ്റം ഉണ്ടാവുക? 7നേക്കാൾ കുറയുന്നു അല്ലേ? pH വാല്യൂ 7നേക്കാൾ കുറയുന്നു. അപ്പോൾ ഈ pH വാല്യൂവിനെ പറ്റി നമ്മൾ പറഞ്ഞതാണ് അല്ലേ? ഒരുപാട് ചോദ്യം ഇപ്പോൾ ഒരു 4-5 ചോദ്യം അല്ലേ ഇപ്പം വന്നു. നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതിനിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊരു ചോദ്യ പേപ്പർ എടുത്തു നോക്കിയാലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. അതുകൊണ്ട് വൃത്തിക്ക് പഠിക്കണേ. ഒരു അക്വേറിയത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിളയുടെ വലിപ്പം മുകളിലേക്ക് എത്തുന്തോറും കൂടി വരുന്നു. ഈ പ്രതിഭാസം ഏത് വാതക നിയമം ഉപയോഗിച്ച് വിശദീകരിക്കാം? ഏതാണ് വാതക നിയമം? ബോയിൽ നിയമമാണ് അല്ലേ? അപ്പോൾ ഓർമ്മിക്കുക, ഒരു അക്വേറിയത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിളയുടെ വലിപ്പം മുകളിലേക്ക് എത്തുന്തോറും കൂടി വരുന്നു. അപ്പം ഈ ഒരു പ്രതിഭാസം ഏത് വാതക നിയമമായിട്ട് ബന്ധപ്പെട്ടതാണ്? ബോയിൽ നിയമമാണ് കേട്ടോ. ഓർമ്മിക്കണേ, ബോയിൽ നിയമം. ഓക്കെ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ആരുടെ മൂലക വർഗീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നോക്കാം. സമാന ഗുണങ്ങളുള്ള മൂലകങ്ങളെ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. 18 ഗ്രൂപ്പുകളും 7 പിരീഡുകളുമുണ്ട്. മൂലകങ്ങളെ അറ്റോമിക നമ്പറിൻ്റെ ആരോഹണ ക്രമത്തിൽ ക്രമീകരിച്ചു. അതുപോലെ എന്താണ്? ഹൈഡ്രജൻ ആറ്റത്തിന് കൃത്യമായ സ്ഥാനം നൽകിയില്ല. അപ്പോൾ ഇതൊക്കെ ആരുടെ മൂലക വർഗീകരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഹെൻറി മോസ്ലിയുടേതാണ് കേട്ടോ. അപ്പോൾ ഓർമ്മിക്കുക, ഹെൻറി മോസ്ലിയുടെ മൂലക വർഗീകരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് സമാന ഗുണങ്ങളുള്ള മൂലകങ്ങളെ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. 18 ഗ്രൂപ്പുകളും 7 പിരീഡുകളും ഉണ്ട്. അതുപോലെ മൂലകങ്ങളെ ആറ്റോമിക നമ്പറിൻ്റെ ആരോഹണ ക്രമത്തിൽ ക്രമീകരിച്ചു. പിന്നെ ഹൈഡ്രജന് ആറ്റത്തിന് കൃത്യമായ സ്ഥാനം നൽകിയില്ല അല്ലേ? ഇതൊക്കെ ഹെൻറി മോസ്ലിയുടെ മൂലക വർഗീകരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ. അപ്പോൾ 2025 PSC ചോദിച്ച സയൻസിലെ മുഴുവൻ ചോദ്യങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ക്ലാസ് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം, ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണോ ക്ലാസ്സായിട്ട് വേണ്ടത് അതും കൂടെ അറിയിച്ചാൽ നമുക്ക് അത്തരത്തിലുള്ള ക്ലാസ്സുകൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.